അപ്പൊ ഡെയിൻ ചേട്ടാ ചേച്ചി ഇത്രയും നേരമായിട്ട് നമ്മുടെ ക്രിസ്മസ് ഇവന്റ് ഭയങ്കര തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒരാളെ പാട്ട് പാടാൻ വിളിക്കാണ്. പാട്ട് കേട്ടിന്ന് സുഖമായിട്ടിന്ന് ജഡ്ജ്മെന്റ് ഒന്നുമില്ല, റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരിക്കാം എന്ന് വിചാരിച്ച് വന്ന ഒരാളാണത്. പക്ഷെ നമ്മൾ ഇവിടെ വിളിച്ച് പാടിക്കാൻ പോവാണ്. അതെ, വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ആര്യക്കുട്ടി. വെൽക്കം ആര്യ ചേച്ചി. ഒരു നേരം വയൽ വിളഞ്ഞിട്ട് തൊട്ടുകാതെ മഴ പൊഴിഞ്ഞിട്ട് മുറ്റമ്പാവിഴം കൊണ്ടലുക്കിടുവേ. ഒരു നേരം വയൽ വിളഞ്ഞിട്ട് തൊട്ടുകാതെ മഴ പൊഴിഞ്ഞിട്ട് മുറ്റമ്പാവിഴം കൊണ്ടലുക്കിടുവേ. മുളനാഴി കൂട്ടിലെ കുയിലവിടെ കുയലമ്മയ്ക്കുള്ളൊരു കൊമ്പവിടെ കരിഞ്ഞണ്ടിനുണ്ടായ വാലവിടെ വരണുണ്ട് നല്ല കാലം. പമ്പാട്ട് ಹುಡುಗಿ പമ്പാട്ട് ಹುಡುಗಿ പമ്പാട്ട് ಹುಡುಗಿ പമ്പാട്ട് ಹುಡುಗಿ. ഒരു ദിന വയൽ വിളഞ്ഞിട്ട് തൊട്ടുകാതെ മഴ പൊഴിഞ്ഞിട്ട് മുറ്റമ്പാവിഴം കൊണ്ടലുക്കിട്ട് പനിനീർപ്പുഴയും നീയും പാടിയ പല്ലവിയൊന്നല്ലേ. പകൽ മായുമ്പോൾ പറയാനുള്ളത് പാതി മറന്നില്ലേ. ഹേ സ്നേഹസിന്ദൂര മന്ദഹാസത്തിലേതു ജന്മസുകൃതം. ഒരു പൂവിരിഞ്ഞ സുഖമോർമ്മ കൊണ്ടു പൊതിയുന്നതേതു നിമിഷം. പുടവയ്ക്കായി ഇന്നു വന്നില്ലേ, കുളകങ്ങൾ നെയ്തു തന്നില്ലേ. വിരൽ തൊട്ടോ തമ്മിലറിയാതെ തളിരിട്ടോ മുല്ലകൾ. പമ്പാട്ട് ಹುಡುಗಿ പമ്പാട്ട് ಹುಡುಗಿ പമ്പാട്ട് ಹುಡುಗಿ പമ്പാട്ട് ಹುಡುಗಿ. ഒരു നേരം വയൽ വിളഞ്ഞിട്ട് തൊട്ടുകാതെ മഴ പൊഴിഞ്ഞിട്ട് മുറ്റമ്പാവിഴം കൊണ്ടലുക്കിട്ടു. ഇളനീർക്കുളിരായി സിരകളിൽ നിറയും പ്രണയനിലാവല്ലേ. കളഹംസങ്ങൾ ഇണകളെ അറിയും കാവ്യോത്സവമല്ലേ. ഈ കരതലങ്ങളിൽ വീണുറങ്ങുമെൻ കനകശില്പമല്ലേ. പൊൻപുലരി വന്നു കണിവയ്ക്കുവോളം ഒരു മധുര നിദ്രയല്ലേ. അധരം കൊണ്ടിന്നു തേനൂട്ട്, ഹൃദയം കൊണ്ടിന്നു താരാട്ട്. മണിദീപങ്ങൾ കുമിഴി നൽകി മറയുന്നു താരകൾ. പമ്പാട്ട് ಹುಡುಗಿ പമ്പാട്ട് ಹುಡುಗಿ പമ്പാട്ട് ಹುಡುಗಿ പമ്പാട്ട് ಹುಡುಗಿ. ഒരു നേരം വയൽ വിളഞ്ഞിട്ട് തൊട്ടുകാതെ മഴ പൊഴിഞ്ഞിട്ട് മുറ്റമ്പാവിഴം കൊണ്ടലുക്കിടുവേ. ഒരു നേരം വയൽ വിളഞ്ഞിട്ട്
മീനുട്ടി മീനാക്ഷി, ഈ ക്രിസ്മസ് ടൈം ആയി കഴിഞ്ഞാല് കുറച്ച് പാട്ടുകളുണ്ട്, അത് സ്ഥിരമാ. ആ പാട്ടുകളില്ലാതെ നമുക്ക് ക്രിസ്മസ് ഒന്ന് 26-ാം തീയതിയിലോട്ട് കടക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായി. നമ്മുടെ ഔസേപ്പ് ബച്ചൻ സാറിന്റെ സ്വന്തം പാട്ടാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ക്രിസ്മസിനും അല്ലാത്ത സമയത്തും കേൾക്കുന്ന ഒരു പാട്ടാണ്. നമുക്ക് ക്രിസ്മസ് അങ്ങ് തീരാത്ത പോലെ ഇൻകംപ്ലീറ്റ് ആയ പോലെയാണ് ഈ പാട്ട് നമുക്ക് കേട്ടില്ല എന്നുണ്ടെങ്കിൽ. ആരൊക്കെ പാടാൻ വരുന്നത്? പാടാൻ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സൈഡിൽ നിന്ന് സാരംകൂട്ടനും ശ്രീകുട്ടിയാണ് എത്തുന്നത്. നമ്മുടെ മ്യൂസിക്കൽ വൈഫിന്റെ സൈഡിൽ നിന്ന് നമുക്ക് വെൽക്കം ചെയ്യാം ശിവാനി. Nisa nisa gaga sa la 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 ba 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 tarara 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 ദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടി ആരോ വന്നു നിന്റെ വീണയിൽ നിൻ പാടികളിൽ തൊട്ടു നീസ നീസ ഗസ നിനിസ നിനിസ ഗസ നീസ നീസ ഗസ നിനിസ നിനിസ ഗസ ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടി ആരോ വന്നു നിന്റെ വീണയിൽ നിൻ പാടികളിൽ തൊട്ടു ആടുമയ്ക്കാൻ ഓടി വരാം പൈക്കളുമാടി വരാം കാതിലാര ചൊല്ലി ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ
നിനിസ നിനിസ ഗഗസ നീസ നീസ ഗസ നിനിസ നിനിസ ഗഗസ ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടി ആരോ വന്നു നിന്റെ വീണയിൽ പാടികളിൽ തൊട്ടു ആടുമയ്ക്കാൻ ഓടി വരാ പൈക്കളുമാടി വരാ കാതിലാരോ ചൊല്ലി ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതരില്ലാതെ അതെ, എന്ത് ക്രിസ്മസ്. ഔസേപ്പച്ചൻ സാറിന്റെ ഈ പാട്ടില്ലാതെ നമുക്ക് ഒരു ക്രിസ്മസും ആഘോഷിക്കാൻ പറ്റില്ല. അതെ ഔസേപ്പച്ചൻ സാർ ഏതാണ് ഈ ഇതൊരു സംഗതിയാടാ നിന്റെ ഒറിജിനലില്ലാത്ത സംഗതിക്കാവും പാടുന്നുണ്ട്. എന്ത് ക്ലാരിറ്റി ആയിട്ട് അവരെ അതിന്റെ സാധാരണ പാട്ടങ്ങോട്ട് കാടി അവസാനിപ്പിക്കും. ഇങ്ങനെ തൊട്ടിങ്ങോട്ട് വരാം, വ്രതം കൊണ്ടുപോക്കോളൂ. അവിടെ വിടുന്നില്ല, ഇങ്ങനെ ശരിക്കും മെടഞ്ഞിട്ടാണ് വീഴുന്നത്. ബ്യൂട്ടിഫുൾ മാൻ. താങ്ക് യു സർ. വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രിയ also started very well and our ശിവാനി ശിവാനി you also sang ആ തുടക്കത്തിലത്തെ ഹമ്മിങ്, ആ മെയിൽ ടോപ്പിലുള്ളത് ആ ലോല് പാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇറ്റ് വാസ് ഡിഫറെന്റ്, വെരി നൈസ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ സീരിയസ് ആയിട്ട് പറയല്ലേ. ക്രിസ്മസ് ആണ് ഇന്ന്, ശിവാനി സ്റ്റേജിൽ വരുമ്പോ മാത്രം ഇങ്ങനെ സീരിയസ് ഉള്ളു. ഞാനിതുവരെ കണ്ടിട്ടില്ല ശിവാനി സ്റ്റേജിന്റെ പുറത്തോട്ട് സീരിയസ് ആയിട്ടിരിക്കുന്ന അവിടെ ശിവാനി ടെൻഷൻ മാറി ഇവിടെ വേറെ ആളുണ്ട്. ഇപ്പൊ നേരത്തെ ഡാൻസ് ഒക്കെ അടിഞ്ഞിട്ട് നമ്മുടെ മധുചേട്ടന്റെ ഫോണിലേക്ക് നോക്കിയാൽ മതി, മോത്തേക്ക് നോക്കിയാൽ മതി. ഇന്നിപ്പോ ടെൻഷൻ വേണ്ടല്ലോ. അല്ല, ഇന്നത്തെ എന്റെ ടെൻഷൻ ഈ രണ്ട് പുലിക്കുട്ടികളുടെ കൂടെയാണല്ലോ. അപ്പൊ അതിന്റെ ഞാൻ പൂച്ചക്കുട്ടി, പുലിയായിരിക്കും. എന്തായാലും 3 പേരും അടിപൊളിയായിരുന്നു. ശിവാനിയും നമ്മുടെ സാരൻകുട്ടനും ശ്രീയക്കുട്ടിയും കാലക്കി ഉഗ്രനായിട്ട് പാടി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ക്രിസ്മസ് ഇത്ര അടിപൊളിയാക്കി തന്നെ വീണ്ടും ദേവദൂതർ കൊണ്ടുവന്ന് ഞങ്ങളെ ക്രിസ്മസ് ആണല്ലോ. അതെ, അപ്പൊ ഈ ക്രിസ്മസ് ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ഈ പാട്ട് ഇവിടെ നിന്ന് പാടിയതില് വളരെ വളരെ സന്തോഷമുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ആണ് അതിന്. ഓക്കെ, അപ്പൊ ഈ ക്രിസ്മസിന് നല്ല നല്ല വാക്കുകളായി സമ്മാനങ്ങളൊക്കെ കിട്ടിയല്ലോ, ഹാപ്പി ആയല്ലോ, സന്തോഷം. ഓക്കെ. അപ്പൊ ഇനിയും പെർഫോമൻസുകൾ കാണാൻ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് കടന്നു വരണം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ക്രിസ്മസ്. എൻജോയ് യുവർ നൈറ്റ്. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു സർ. മീനാക്ഷി, മീനുട്ടി, നമ്മളിപ്പോ ക്രിസ്മസ് സെലിബ്രേഷനിലാണല്ലോ. അപ്പോ ഈ ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലെങ്കിൽ ക്രിസ്മസിന്റെ ടൈം ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട കഥകൾ കേൾക്കും. ഇപ്പൊ പണ്ട് 3 രാജാക്കന്മാർ നക്ഷത്രത്തെ നോക്കി ഫോളോ ചെയ്ത് വന്നതും നമ്മുടെ ദൈവപുത്രനെ തേടി അവർ നക്ഷത്രത്തിന്റെ പുറകെ പോയതൊക്കെ നമ്മൾ അത്തരത്തിലുള്ള പല പല കഥകളായിട്ട് നമ്മൾ കേൾക്കും. അതേപോലെ തന്നെയാണ് ക്രിസ്മസ് സമയത്തുള്ള പാട്ടുകളും. തീർച്ചയായിട്ടും. അപ്പോ ഈ കഥകളെ പോലെ തന്നെ ക്രിസ്മസ് സമയത്ത് ഈ പാട്ടുകൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇന്ന് ഈ സ്റ്റേജില് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് സോങ്, അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. പാടാൻ വരുന്നതും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് തന്നെയാണ്. ഒപ്പം നമ്മുടെ ഔസേപ്പച്ചൻ സാറ് വയലിൻ വായിക്കുന്നുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ഏറെ സ്നേഹത്തോടെ ഹരിശങ്കർ. മഞ്ഞണിരാവിൽ പുല്ലണി കൂട്ടിൽ അമ്മതന്മാരിൽ ഉറങ്ങുവതാരോ, ചന്ദ്രനിലാവിൽ ചാരുതയേറും കാഞ്ചനപ്പൂവിൻ പൊൻകതിരോ. ആരിവനാരോ ആരിവനാരോ ആരോമൽ കൺമണി ഉണ്ണിയാരോ. ആരിവനാരോ ആരിവനാരോ ആരോമൽ കൺമണി ഉണ്ണിയാരോ. അമ്പരവനിയിൽ പൗർണമിരാവിൽ മിന്നി വിളങ്ങും
ആദാമിൻ മക്കൾക്ക് ആനന്ദമേകുവാൻ, ആലംബഹീനർക്ക് ആശ്വാസമേകുവാൻ, ഭൂവിൽ പിറന്നവൻ ഇമ്മാനുവേലവൻ, ആരോമലാം പൈതൽ മറിയത്തിൻ പൊന്മകൻ, സ്വർഗീയനായവൻ യേശു മഹേശ്വരൻ, ദൈവകുമാരൻ, ലോകൈകനായകൻ. സ്നേഹത്തിൻ ദൂതുമായി മണ്ണിൻ പിറന്നവൻ, പാപത്തിൻ ശാപങ്ങൾ തീർക്കുവാൻ വന്നവൻ, പാരിൻ പ്രകാശമായി വാസം ചെയ്തിടുവാൻ, പാരിടം പുൽകിയ ദൈവതനൂജൻ, സ്വർഗീയനായവൻ യേശു മഹേശ്വരൻ, ദൈവകുമാരൻ, ലോകൈകനായകൻ. ആരിവനാരോ ആരിവനാരോ, ആരോമൽ കൺമണി ഉണ്ണിയാരോ, മഞ്ഞണിരാവിൽ പുല്ലണി കൂട്ടിൽ അമ്മതന്മാരിൽ ഉറങ്ങുവതാരോ, ചന്ദ്രനിലാവിൽ ചാരുതയേറും കാഞ്ചനപ്പൂവിൻ പൊൻകതിരോ, അമ്പരവനിയിൽ പൗർണമിരാവിൽ മിന്നി വിളങ്ങും താരകമോ, ചെമ്മണി ചേരിൽ ശീതളരാവിൽ തേനൊളി തൂകും അമ്പിളിയോ, ആരിവനാരോ ആരിവനാരോ ആരിവനാരോ. വെള്ളിൽ പരവകളായി നാം പൊങ്ങിപ്പടരാം, വർണ്ണം വിതറിയ ഹായ് ഹരി, താങ്ക് യു. മെറി ക്രിസ്മസ്. ഹായ്, ഞങ്ങളുടെ മഹാസംഗമത്തിലേക്ക് സ്വാഗതം. ഹരി ബ്രോ, അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം. അല്ല, എനിക്കാണ് ഏറ്റവും സന്തോഷം. എനിക്ക് ഏറ്റവും വലിയ എന്റെ സന്തോഷം എന്ന് പറയുന്നത് സാർ ഔസേപ്പച്ചൻ സാറ്, എന്താ പറയാ, എന്നെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാറാണ്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു ക്രിസ്മസ് സമ്മാനമാണ് ഈ ഗാനം. കാരണം ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകനും ഇത് ആലപിച്ച ഗായകനൊക്കെ നമുക്ക് ഈ വേദിയിൽ ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഗംഭീര പെർഫോമൻസ് ആണ് ഇപ്പൊ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ക്രിസ്മസ് ഗിഫ്റ്റ് എന്താണെന്നറിയോ? സംസ്ഥാന അവാർഡ് കിട്ടിയ 2 സംസ്ഥാന അവാർഡ് ജേതാക്കളാണ് ഈ ഒരു വേദിയിൽ വന്നത്. അപ്പൊ എന്തായാലും ഹരി നല്ല ഫ്രഷ് ആയിട്ട് സംസ്ഥാന അവാർഡ് വാങ്ങി നിൽക്കുവാണ്. അപ്പൊ സാറിന്റെ സംഗീതത്തില് ഹരിയുടെ ഇപ്പൊ ഒരു പുതിയ പാട്ടാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അതിന്റെ വരികളായാലും സംഗീതമായാലും എങ്ങനെയാണ് ഹരി ഈ ഒരു ഗാനത്തിലേക്ക് എത്തുന്നത്? സാറാണ് അല്ലെങ്കിൽ സാറ് പറയട്ടെ. ഹരി ഇങ്ങനെ നടന്നു വന്നു, ഇറങ്ങി നടന്നു വന്നു, സ്റ്റുഡിയോയിൽ വന്ന് പാടി. ആവരുത്. ഞാൻ ഈ പാട്ട് എനിക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ലിറിക്സ് കിട്ടി. സുജ ഫ്രം ബാംഗ്ലൂർ, അവരാണത് എഴുതി അയച്ചത്. അപ്പോ പാടിയപ്പോ കുഴപ്പമില്ല, ആര് വേണം പാടാം. പക്ഷെ ഒരു പോർഷൻ വന്നിട്ട് മറ്റേ ആ ലൈൻ ഏതാ, ആരിവനാരോ, അങ്ങനെ ഒരു ലൈൻ, ഒരു ഡിവോഷണൽ സോങ്, ആരിവനാരോ, ആരടവൻ എന്നൊക്കെ ചോദിക്കുന്ന പോലെ വരി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ല് തോന്നിയിട്ട് ഞാൻ സീരിയസ് ആയിട്ടുണ്ട് കമ്പോസ് ചെയ്ത്, ഭയങ്കര ഹൈപ്പിച്ച്. ആ ഫസ്റ്റ് ലൈൻ കമ്പോസ് ചെയ്ത വഴിക്ക് എൻ്റെ മനസ്സിൽ ഹരിശങ്കറിന്റെ ശബ്ദമാണ്.
അതായത് സാർ ഇങ്ങനെ ആലോചിച്ചു, ആരടാ അവൻ? അപ്പൊ ഇവനാണ് അവൻ, ആര്യവനാരോ. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര്യവനാരോയിലൂടെയാണ് ഞാൻ ഹരിയിലേക്ക് എത്തിയത്. താങ്ക് യു സാർ. അപ്പോ എനിക്ക് അറിഞ്ഞൂടാ ഹരി ഇങ്ങനെ ബേസിക് ആൽബം അല്ലേ, പാടുമല്ലെന്ന് എനിക്ക്. ഞാൻ ചോദിച്ച വഴിക്ക് പാട്ട് അയച്ചു കൊടുത്തു ആദ്യം തന്നെ. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഗംഭീരമാക്കണം, മാക്സിമം കോപ്പറേറ്റഡ് ആൻഡ് ഹി ടുക്ക് നല്ല എഫേർട്ട് എടുത്തിട്ട് പാടി. സോ ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. കൂട്ടത്തില് ഇപ്പൊ ഈ അവാർഡ് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ഹരിയേക്കാൾ സന്തോഷം എനിക്കുണ്ട്. കാരണം എത്രയോ വർഷം മുമ്പ് ഇതെങ്ങനെയോ ഇപ്പം ഐ ഫീൽ പ്രൗഡ് ദാറ്റ് ഐ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു അല്ലേ, നമുക്ക് ഐ ഫീൽ പ്രൗഡ് ഓഫ് ഇറ്റ്. അപ്പൊ അതൊക്കെ ഒരു നല്ല മുഹൂർത്തങ്ങളാണ്. ഇടയ്ക്ക് നല്ല മുഹൂർത്തങ്ങളൊക്കെ വേണ്ടേ നമുക്ക്, നല്ല മുഹൂർത്തം അല്ലെങ്കിൽ നമ്മൾ ബോറടിച്ചു പോകും. സാർ, അങ്ങനെ ഒരു നല്ല മുഹൂർത്തത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. സാർ ഇപ്പോ ആ വരികളെ കുറിച്ച് പറഞ്ഞല്ലോ. അതെ, വരികള് എങ്ങനെയാണ് സാറിലേക്ക് എത്തിയത്? യാദൃശ്ചികമായി അത് വാട്സപ്പിലാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് അത്ഭുതപ്പെട്ടു പോയി സാർ. ആ ലിറിക്സ് കണ്ടപ്പോ ഒത്തിരി ഇഷ്ടമായി സാറിന്. ലിറിക്സ് ആ ലിറിക്സ് എഴുതിയ ആള്, ലിറിസിസ്റ്റ്, ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞു, സാറ് പറഞ്ഞു, സുജ ജോർജ് മാം. സുജ മാമിനെ കൂടെ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം മാം. സുജ ജോർജ് കോർപ്പറേറ്റ് ബിസിനസ് രംഗത്ത് 31 വർഷത്തിലധികം അനുഭവ സമ്പത്തുള്ള വ്യക്തിത്വം. തന്റെ തട്ടകത്തിനൊപ്പം കലാരംഗത്തെയും അഗാധമായി ആരാധിക്കുന്ന കലാപ്രേമി സുജ ജോർജ്. ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഡയറക്ടറായും ഡെസിഗ്നേറ്റഡ് പാർട്ണറായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള സുജ ജോർജ്. ഈ സ്ഥാപനങ്ങളിലെല്ലാം ബിസിനസ് വളർച്ച, ധനകാര്യ നിയന്ത്രണം, തന്ത്രപരമായ മുന്നേറ്റങ്ങൾ എന്നിവയിൽ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കർണാടക സർക്കാരിൽ ഊർജ്ജ വകുപ്പിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയും മുതിർന്ന നിയമസഭാ അംഗവുമായ KJ ജോർജിന്റെ സഹധർമ്മിണിയാണ് സുജ ജോർജ്. ബിസിനസ് മേഖലയുടെ അതിർത്തികൾക്കപ്പുറം സുജ ജോർജ് ഒരു പ്രതിഭാശാലിയായ ഗാനരചയിതാവ് കൂടിയാണ്. ഭക്തിഗാനങ്ങളും ആൽബം ഗാനങ്ങളും ഉൾപ്പെടെ നിരവധി ഗാനരചനകളിലൂടെ വിശ്വാസവും ആഴമേറിയ ഭക്തിയും ആസ്വാദകർക്കായി പകർന്നിട്ടുണ്ട്. ബിസിനസ് തിരക്കുകൾക്കിടയിലും സംഗീതത്തെ അതിരറ്റ് സ്നേഹിക്കുന്ന സുജ ജോർജ് ഈ മഹാസംഗമ സംഗീതവേദിയിലും സാന്നിധ്യമറിയിക്കാനെത്തുന്നു. സ്നേഹസ്വാഗതം ശ്രീമതി സുജ ജോർജ്. വെൽക്കം ടു അവർ ഷോ. അതായത് എല്ലാത്തിൻ്റെയും ഒരു ആരംഭം എന്ന് പറയുന്നത്, ഒരു പാട്ടിന്റെ ജന്മം എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് എന്താണ് എഴുതേണ്ടത്, അങ്ങനെ എഴുതി വരുന്ന ലിറിക്സിലൂടെയാണ് ആ പാട്ട് ജനിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഭാവം കൊടുത്തുകൊണ്ട് ഞങ്ങൾ സംഗീത സംവിധായകർ ചെയ്യുന്നു. അപ്പൊ നല്ല ലിറിക്സ് വന്നാൽ നല്ല പാട്ടുകളുണ്ടാവും. അപ്പൊ നമ്മൾ പറയും അങ്ങനെയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് എല്ലാ ലിറിക്സും നന്നായിരുന്നു ആയിരുന്നല്ലോ, അതുകൊണ്ട് എല്ലാം നല്ല പാട്ടുകളായിരുന്നു. ഇപ്പോ എല്ലാം നല്ല ലിറിക്സ് ഒന്നും പറയാൻ പറ്റൂല. പക്ഷെ ഈ പാട്ട് അതിമനോഹരമായിട്ടുള്ള ലിറിക്സ്. എൻ്റെ അടുത്ത് സുജ, എൻ്റെ അടുത്ത് ഒരുപാട് പേര്, അപ്പൊ എനിക്ക് ചിലപ്പോ ഒരു പാട്ടിനെ കുറിച്ചിട്ടല്ലോ പറഞ്ഞു, ലിറിക്സിനെ കുറിച്ചിട്ടാണോ പറഞ്ഞത്. ആരാ ലിറിക്സ് എഴുതിയത്, ഇന്ന് പോലും ചോദിച്ചു ആരോ. അപ്പൊ അത്രയ്ക്ക് നല്ല ലിറിക്സ് ആണെന്ന് പറയാണ് ഞാൻ. ഇവരിത് ചെയ്യുന്നത് ഔട്ട് ഓഫ് പാഷൻ, ഔട്ട് ഓഫ് ലവ് ടുവേർഡ്സ് ദ മ്യൂസിക് ആൻഡ് എവറിഥിങ്. അപ്പൊ അവര് നൗ വി ആർ ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എഴുതുമായിരുന്നു. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒന്ന് മാറി റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് വീണ്ടും ജസ്റ്റ് ഐ ടുക്ക് ദാറ്റ് പാഷൻ. അപ്പോൾ ഇങ്ങനെ എല്ലാ ക്രിസ്മസ് സീസണിലും എന്തെങ്കിലും ഒരു ക്രിസ്മസ് സോങ് ഉണ്ടാക്കുവാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ യാദൃച്ഛികമായിട്ട് ഔസേപ്പച്ചൻ സാറിനെ ബാംഗ്ലൂരിലൊരു ഫംഗ്ഷന് വന്നപ്പോൾ അവിടുത്തെ ഓർഗനൈസേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം എൻ്റെ മനസ്സിൽ പോയി സാറിനെ കൊണ്ടൊരു പാട്ട് ബട്ട് പേടിച്ച് അയച്ചു കൊടുത്തു ഒരു ലിറിക്സ്. സാർ ഒന്ന് ചെയ്യാമോ? സാർ പറഞ്ഞു ഞാൻ വളരെ ബിസിയാണ്, നോക്കട്ടെ എന്ന് പറഞ്ഞില്ല. അന്ന് സംഭവിച്ചു വേറൊന്നുമില്ല. എന്നെ വിളിക്കുന്നു,
അപ്പൊ ബേസിക് ഒരു ക്രിസ്മസ് കരോൾ സോങ് അതൊന്നും ചെയ്യാനുള്ള അതിനുവേണ്ടി എനിക്ക് ഒരുപാട് വെറുതെ ഇങ്ങനെ എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫുൾ ഹാർട്ടഡ് ആയിട്ട് ചെയ്യണം, അതിനുള്ള സമയമില്ല. അപ്പൊ ഞാൻ പാട്ടൊന്നും കണ്ടില്ല, ഞാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, സുജ പറഞ്ഞു, ഞാൻ വരികൾ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാമോ കൊള്ളാമോ എന്ന് ചെയ്യണ്ട എന്ന് പറഞ്ഞു. വരികൾ ഞാൻ വായിച്ചു നോക്കിയാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്തിരിക്കും എന്ന് ഉടനെ ഞാൻ പറയാണ് ചെയ്തത്. അന്ന് എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പ്രയാസമായിരുന്നു. അപ്പൊ സാറ് വിളിച്ചു പറഞ്ഞു ഇത് നമുക്ക് ഹരിശങ്കറിനെ കൊണ്ട് തന്നെ പാടിക്കണം. ആൻഡ് ഐ വാസ് സോ ത്രിൽഡ്. ഓക്കെ മാം, നമ്മള് നേരത്തെ പറഞ്ഞു മാം ആണ് ഇതിന്റെ ലിറിക്സ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തതും മാം തന്നെയാണല്ലേ. നമുക്കറിയാം മാമിന് കുറച്ച് ബിസിനസ്സും ഒക്കെ റൺ ചെയ്യുന്നുണ്ട്, ഒരു ഓന്റർപ്രണർ കൂടെയാണ്. അപ്പൊ ഈ ബിസി സ്കെഡ്യൂളിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് ശരിക്കും? എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വരുമ്പോ അപ്പൊ തന്നെ നോട്ട് അതില് മലയാളം ഫോണ്ടില് എഴുതി വെക്കും. ദെൻ വീട്ടില് റിലാക്സ്ഡ് ആയിട്ടുള്ള ടൈം കിട്ടുമല്ലോ, ആ സമയത്തെല്ലാം കൂടെ ഒന്ന് നോക്കി ഒരു ഫൈനൽ ഒരു ഇതിലാകും. മാം മലയാളത്തിലാണ് സംസാരിക്കുന്നതെങ്കിലും കോട്ടയംകാരിയാണല്ലേ മാം? ബാംഗ്ലൂരാണ് സെറ്റിൽ ആയിരിക്കുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിനിസ്റ്റർ ഓഫ് എനർജി കർണാടകയില് ജോർജ് സാറിന്റെ വൈഫാണ്. അതെ, അത് നമുക്ക് എല്ലാവർക്കും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും തിരക്കിന്റെ ഇടയിലും ഇത്രയും ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്നതിന്റെ ഇടയിലും മാം ലിറിക്സ്, അതായത് പാഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു കൂടി പറയാം, എനിക്കത് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുമ്പോഴും പാട്ട് ചെയ്യുമ്പോഴും അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും, അതെന്തിനാ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞത്, ആരാണ് ഈ സുജ? ഞാൻ പറഞ്ഞു ബാംഗ്ലൂര് അവര് പിന്നെയാ പറഞ്ഞത് ആളിതാണ്. അപ്പൊ എനിക്ക് പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇവർ ആ ഫ്രീഡം തന്നുകൊണ്ട് പിന്നെയും ദേഷ്യപ്പെടും. എനിക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുക മീൻസ് ശകാരമല്ല പറയണേ, നമ്മൾ ഇത്തിരി ബോൾഡായിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി തന്ന ഫ്ലവേഴ്സ് ടിവിയോട് വളരെ കടപ്പാടുണ്ട്. മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുറേ പ്രാവശ്യം ഫോണിലെല്ലാം സംസാരിച്ചു. ഇന്നലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഫീൽ അറ്റ് ഹോം, യു കം ഹിയർ, വിൽ ടേക്ക് കെയർ ഓഫ് യു, ഡോണ്ട് വറി. സാറിന് വളരെ താങ്ക്സ് അറിയിക്കണം. തീർച്ചയായിട്ടും ഫ്ലവേഴ്സിന് ഇത് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. കാരണം ഇതൊരു എക്സ്ക്ലൂസീവ് ആണ് ഫ്ലവേഴ്സിലൂടെ നമ്മൾ ഈ ഒരു മ്യൂസിക്കൽ. അതെ, അത് മാം തന്നെ പറയട്ടെ, ഞാൻ അതിനൊരു ഒരു ക്യൂ ഇട്ട് കൊടുക്കാം അല്ലേ. അതായത് നമുക്കിപ്പം ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ എവിടെയെങ്കിലും പോണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ മാം ഇന്ന് ഫ്ലൈറ്റിനാ വന്നത്, അതെങ്ങനെയാണെന്ന് മാം പറയൂ മാം. ഞാൻ പറഞ്ഞോളൂ, ഞാനിങ്ങനെ എനിക്ക് നല്ല ട്രെയിൻ ടിക്കറ്റ് ഉണ്ട്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഈ ട്രെയിനിൽ ഞാൻ കാലത്ത് 5 മണിക്ക് പോകും. അയ്യോ സാറിന് ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ വന്നുവിടെയും ചോദിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതെങ്ങനെ ഉള്ള ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുന്നു, ഇനിയിപ്പോൾ പുതിയത് നമ്മൾ ഫ്ലൈറ്റ് എടുക്കുക. അല്ല, എൻ്റെ ഫ്ലൈറ്റിൽ എൻ്റെ കൂടെ വന്നുകൂടെ? എൻ്റെ ഫ്ലൈറ്റിൽ സ്വന്തം ഫ്ലൈറ്റ് ഉള്ള ആളാ. ഫ്ലൈറ്റ് ഉള്ളതിൻ്റെ അല്ല, അവർ അതിനു വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ജോക്ക്. അതിനും ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവർ വളരെ ഈസി ആയിട്ട് നിഷ്പ്രയാസമായിട്ട് ഓൺലി ടുവേർഡ്സ് ദ ലവ്, ആ ലവ് നമുക്ക് ഫ്ലവേഴ്സിനൊക്കെ കിട്ടി. ഞാൻ അറിഞ്ഞില്ല, അതായത് ഈ ഫ്ലൈറ്റ് ഉള്ള കാര്യം. അപ്പൊ ഞാനിപ്പോ കുറെ ഫ്ലൈറ്റ്സ് ഇങ്ങനെ ക്യാൻസൽ ആവുമല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനിയിപ്പം നമ്മൾ ഏറ്റവും പോയി ഫ്ലവേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, അപ്പം പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ കൊച്ചിയിലെത്തി. അപ്പൊ ഞാൻ സാറ് പറഞ്ഞടാ, നീ ഇപ്പം ചെന്നൈയിലാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നമുക്ക് പ്രൈവറ്റ് ഫ്ലൈറ്റ്. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയണ്ടായിരുന്നു, ഒരു വാക്ക് പറഞ്ഞു. ഒരു പ്രൈവറ്റ് ജെറ്റില് ഒക്കെ കയറി. എവിടെയാ ഫ്ലവേഴ്സിന്റെ ഒരു ഷൂട്ടുണ്ട് പ്രൈവറ്റ് ജെറ്റില്. ഈ ഒരു നിമിഷം ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല, സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഓക്കെ, അഭിനയിക്കാനാട്ടോ, അഭിനയിക്കാൻ വേണ്ടി ചാൻസ്. പക്ഷെ മാം ഞങ്ങൾ ഉറപ്പ് തരാണ്, ഇന്ന് വന്ന വരവ് ഒരിക്കലും വെറുതെ ആവില്ല. കാരണം അത്രയും ഉറപ്പാണ്. ഇന്നിവിടെ വന്ന് ഏറ്റവും ചെറിയ ആൾക്കാരുടെ തൊട്ട് വലിയ ചേച്ചിമാരുടെ വരെ പാട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കേൾക്കാൻ പോവാണ്. ഇത്രയും പാഷൻ മ്യൂസിക്കിനോടുള്ള ആൾ ഇന്നിവിടെ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പൊ വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് മാം. നമ്മുടെ പാട്ട് എൻജോയ് ചെയ്യാം സീറ്റിലിരുന്നിട്ട്. സർ, താങ്ക് യു സോ മച്ച്. ഹരി, താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് ഹരി. താങ്ക് യു. താങ്ക് യു.
പ്രേക്ഷകരെ, അപ്പൊ ഈ ഒരു ക്രിസ്മസ് ഈവിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു കിടിലൻ പെർഫോമൻസ് ആണ്. അപ്പോൾ ടോപ്പ് സിംഗറിന്റെ ഭാഗത്ത് നിന്നും മ്യൂസിക്കൽ വൈഫിന്റെ ഭാഗത്ത് നിന്നും ഓരോരുത്തർ വീതം ഓരോ അംഗങ്ങളെ നമ്മൾ ഇറക്കുന്നു. ഇപ്രാവശ്യം ഞാൻ ടോപ്പ് സിംഗറിന്റെ ആളെ പറയാം. ഒരു ചേഞ്ചിന് മ്യൂസിക്കൽ വൈഫിന്റെ ആളെ മീനുട്ടി ചേച്ചിമാരെ ഞാൻ വിളിക്കാം. ഓക്കെ. ടോപ്പ് സിംഗറിൽ നിന്ന് നമ്മളെല്ലാവരും കുഞ്ഞാറ്റാന്ന് വിളിക്കുന്ന സുഭദ്രയാണ് വരാൻ പോകുന്നത്. ഒപ്പം നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സ് എന്ന് പ്രവീണ ചേച്ചിയാണ് എത്തുന്നത്. വെൽക്കം. തുണയ്ക്കണേ ആൺപെൺകൾ സന്ദീപരാതി തൊട്ടി മണ്ണിൽ ആലാഹനായൻ ഗീതത്താൽ മാർത്തോമൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാടിൽ നിലയും നിങ്ങൾ. കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി. വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനോളി വരത്തി. അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി. വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി. വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി. വന്നല്ലോ കണ്ടില്ലേ കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി. വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനോളി പരത്തി. എന്തിനായി മങ്കമാർക്ക് ചെന്താമര കൈപ്പടം മൂടുന്നു മൈലാഞ്ചി ചൊല്ലു തൊഴി മൈലാഞ്ചി. ഹൗവ പണ്ട് ചെയ്ത പാപം തീരാനീശു കൽപ്പിച്ചു തന്നതി മൈലാഞ്ചി കേളു തൊഴി മൈലാഞ്ചി. ൂറകൾ സകല മകളും അതിനെ അണിയടമിടു തരുണികൾ മാർത്തോവൻ മഹിമയിലും വരത്തി. മാർത്തോവൻ വഴിയിലെ മഹിമകളിരുത്തി. കൊണ്ടാടുമ്പോൾ മാലോഹരും പ്രാർത്ഥിച്ചു കൂടണം തെറ്റുകുറ്റം പൊറുത്ത്. വന്നല്ലോ കണ്ടില്ലേ അന്നമ്മേ നീ എന്താടി പെങ്കൊച്ചേ കുന്തം പോലെ ചിന്തിച്ചു നിൽക്കണത്. ഇല്ലമ്മേ ഒന്നുമില്ലമ്മച്ചിയെ ചുമ്മാതങ്ങു ചിന്തിച്ചു നിന്നതാണ്. ഇങ്ങനെ ഞാൻ ചിന്തിച്ച് നിന്നിട്ടാടി കെട്ടും മുമ്പേ കൊച്ചേ നിന്നെ പെറ്റത്. അക്കാലം ഇതല്ലല്ലോ പൊന്നമ്മച്ചി ബുദ്ധിയുള്ള പെണ്ണുങ്ങളാ ഞങ്ങള്. പെണ്ണിനെത്ര ബുദ്ധിയുണ്ടായാലും പച്ചമാങ്ങ തെറ്റി ചാണുങ്ങൾ മുങ്ങുമെടി. എന്നമ്മേ അന്നമ്മേ നാളെയാണ് പെൺകൊടിക്ക് തന്തീശ്വരിൻ നീശൻ വിധിച്ചത് പൂത്താലി മിന്നും മണി പൂത്താലി. മന്ത്രകോടി നൂറ്റ നൂലിൽ നല്ലൊരേഴു നൂലു പിരിച്ചതിൽ പൂത്താലി ഒരു കണം പൂത്താലി. നട 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 വിളികളാൽ ഇടവഴികളിൽ ഉയരുവേ വാഴ്ത്തിടാം നന്ദി ചൊല്ലി ഉലകുടയവനെ. വാഴ്ത്തിടും നന്ദി ചൊല്ലി ഉലകുടയവനെ. വാഴ്വിൽ നീളെ ഒന്നായി വാഴാൻ സംഗതി സൽഗതി ആദികൾ കൈവരുവാൻ. കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി. വന്നല്ലോ കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി. അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമയിച്ചു നല്ല ചന്തം വരുത്തി. വെള്ളയും കരിമ്പടവും വിരുത്തി മന്ദമനെ കണ്ണമാർ കൊണ്ടിരുത്തി. വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മേലുള്ളൊരു ചേലുള്ള മറ്റൊരുത്തി. ആൺപെൺകൾ സന്ദീപരാതി തൊട്ടി മണ്ണിൽ ആലാഹനായൻ ഗീതത്താൽ മാർത്തോമൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാടിൽ നിലയും നിങ്ങൾ. ആൺപെൺകൾ സന്ദീപരാതി തൊട്ടി മണ്ണിൽ ആലാഹനായൻ ഗീതത്താൽ മാർത്തോമൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാഴ്വിൽ നിലയും നിങ്ങൾ. ചില്ലുവാൽ കണ്ണിലേ
ചേച്ചി, നമ്മുടെ കുഞ്ഞാറ്റക്കിളി, രണ്ടുപേരും നല്ല രസമായിട്ട് പാടി. ഭയങ്കര ക്രിസ്മസ് തോന്നുന്നു അല്ലേ? ക്രിസ്മസ് ഭയങ്കര, അതെ, അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായിരുന്നു ആ സംഗീതികളൊക്കെ ഇടുമ്പോൾ ആ ഫീലും. അത് അവരുടെ മുഖത്ത് നമുക്ക് അറിയാൻ പറ്റുന്നേ. അതെ, ഒരുമിച്ച് എല്ലാരും ആഹാന്നായി. ഇല്ല കുഞ്ഞാറ്റാണല്ലേ അമ്മച്ചി പാട്ടില്. പക്ഷേ അവിടെ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നതിന് മുന്നേ നമുക്കിന്ന് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകൾ വന്നിട്ടില്ലേ? അവരെല്ലാരും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ അടുത്ത് ആദ്യം തുടങ്ങിയാലോ? അവിടുന്ന് ആദ്യം അഭിപ്രായം കേൾക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് അവിടെ ചിരിച്ചോണ്ടിരിക്കുന്നു. സൂപ്പർ. രണ്ടുപേരും നന്നായിട്ട് പാടി കേട്ടോ. സുഭദ്രയുടെ ആ ഒരു ലൈനിൽ ഞങ്ങൾ എല്ലാരും മറ്റേ ഇങ്ങനെ ഇത് ലൈവ് ആണോ മോളെ? ഓൾ ദ ബെസ്റ്റ്. ഒരു വലിയ ഫ്യൂച്ചർ. കീപ് ഗോയിങ്. രണ്ടുപേരും നല്ല എൻജോയ് ചെയ്ത് പാടി. അതാ ഞങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് ഫുൾ ഇങ്ങനെ ആടിപ്പാടി എൻജോയ് ചെയ്തിരിക്കായിരുന്നു. എസ്പെഷ്യലി കുഞ്ഞാറ്റ, ഞാൻ പറയായിരുന്നു നല്ല ടെക്സ്ചർ, ഭയങ്കര ഒരു നല്ലൊരു ടോണും ടെക്സ്ചർ ഉള്ള വോയിസ്. അത് ഇത്രയും ചെറിയൊരു പ്രായത്തിൽ എനിക്കൊരു ടെക്സ്ചർ ഉള്ളത് തന്നെ ഇസ് എ വെരി ബിഗ് തിങ്. അത് മാത്രമല്ല, ലൈക്ക് ഹെർ കൺട്രോൾ, ഹോൾഡ് ഓവർ ദ വോയിസ്, സംഗതിയൊക്കെ നല്ല ഈസി ആയിട്ടാണ് പാടുന്നത്. സോ നല്ല ഫ്യൂച്ചർ ഉണ്ട്. And I can't wait to see where you are when you grow up. Very confident. You are very confident. Yes, thank you. അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. മനസ്സിലായോ ഡൈനെ? ആ ടെക്സ്ചർ ഇപ്പൊ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ആര് പറയണ മനസ്സിലായില്ലെങ്കിൽ കേട്ടോണ്ടിരിക്കില്ല രഞ്ജിനി ചേച്ചി. നല്ല ശബ്ദമാണ്. സുജ മാം, Beautiful singing, both of you. Beautiful. And the dance also is really nice. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ദേ നമ്മുടെ പാട്ടുകാരുടെ കൂട്ടുകാരവിടെ ഇരിക്കുന്നുണ്ട്. കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് പറയും. എല്ലാരും കൂടി ആ പാട്ടുകാരുടെ കൂട്ടുകാരിൽ ഞാനൊരു ഇത്രയും ചെറിയൊരാളോ വന്ന് ഇങ്ങനെ പാടിയ സ്ഥിതിക്ക് എനിക്കൊരു വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. കൈരളി ഓൺ ചെയ്തപ്പോ ഒരു പ്രോഗ്രാം, അതിൽ കുറെ പേര് വന്ന് പാടുന്നു എല്ലാം. അതിന്റെ ഇടയ്ക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഒരു ചെറിയ സാധനം വന്ന് പാടിട്ടോ. ഒരു മഞ്ഞ കളർ സഫാരി സൂട്ട് ഇട്ടിട്ട് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടെന്നുള്ള ഒരു ഗോപിയൊക്കെ തൊട്ടിട്ടേ അത് ആ മനസ്സിനുള്ളിൽ നിന്ന് വരുമ്പോ രസ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് ഞാൻ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഞാനും ഡാഡി മമ്മിത്തും ആരെ പിന്നീട് ഈ കാലഘട്ടം വരെ എന്തെങ്കിലും മഞ്ഞക്കിളിയുടെ പറഞ്ഞാൽ അതേ പറയുള്ളൂ. പിന്നെയാണ് പിൽക്കാലത്ത് ഹരിയുടെ പ്രൊഫൈലിൽ ആ ഇതിട്ടു. ഇത് ഞാൻ ചെറുതിലെ പാടി, ഞാൻ ഹരി ഇത് നീയായിരുന്നു. എനിക്ക് ആ പാട്ട് ഇപ്പൊ കേൾക്കുമ്പോ ക്യൂട്ടായിട്ട് തോന്നും. പക്ഷെ എന്റെ ആ തിരുവനന്തപുരം സ്ലാങ് ഉണ്ടല്ലോ, നല്ല വ്യക്തമായിട്ട് കേൾക്കാം. അങ്ങനെയൊന്നും അതില് ഒരു ഇതുണ്ട്, പുലർക്കാല സന്ധ്യ നിന്റെ അത് കാണുമ്പോ ഞാൻ ഒന്നും കൂടി പാവം ചെറിയ പയ്യൻ അതുപോലെ പാടിക്കൊണ്ടിരുന്ന അതേമാതിരിയാണ് ഇപ്പോഴത്തെ കുട്ടികൾ പാടുന്നത് ഇവിടെ. ആ പയ്യൻ ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയാണിരിക്കുന്നത്. അപ്പൊ ഇനി കുഞ്ഞാറ്റൊക്കെ വലുതായി ഇവിടുത്തെ കുട്ടികൾ, ടോപ്പ് സിംഗറിലെ കുട്ടികളൊക്കെ ഇനിയിപ്പോ സ്റ്റേറ്റ് അവാർഡൊക്കെ കാണാനായിട്ട്. അന്നൊക്കെ ചേച്ചിക്ക് നല്ല പ്രായമായിരിക്കും അല്ലേ? മതിച്ചേട്ടനൊക്കെ വാടി ഊത്തി പിടിച്ചൊക്കെ നടക്കുന്ന സമയമായിരിക്കും. നമ്മള് വലിയ വ്യത്യാസമില്ല. വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ വലിയ വ്യത്യാസമില്ല. ചേട്ടനല്ലേ എന്റെ മഞ്ഞക്കിളിക്ക് അന്ന് വായിച്ചത്? ചേട്ടാ കുഞ്ഞാറ്റ ഗംഭീരമായിട്ട് പാടി. എനിക്ക് പ്രവീണയെ കുറിച്ചിട്ടാണ് ഒരു 2 വാക്ക് പറയാം. പ്രവീണ യൂഷ്വലായിട്ട് പാടുന്ന ഒരു ജോണറിലല്ലാത്തൊരു സോങ് ആയിരുന്നു പ്രവീണയ്ക്ക്. ഇതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രവീണ കഷ്ടപ്പെട്ട് പഠിച്ച് മാക്സിമം മാച്ച് ചെയ്യാൻ നോക്കി. ആ കുഞ്ഞിനത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ അതേമാതിരി പാടും. അങ്ങനെ പാടുന്നു, എന്തൊരു അനായാസം പാടുന്നു. ജോണർ ആൾസോ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ ഏകദേശം സെയിം. അതായത് അവരൊന്നും പിടിച്ചു കെട്ടാൻ പറ്റൂല, ഇങ്ങനെ അങ്ങോട്ട് പറന്നു പോവും. അതേപോലെയാണ്, ഭയങ്കര പവർഫുൾ ആണ് അവരുടെ സിംഗിങ്. ബട്ട് യു മാനേജ് ടു വിത്ത്സ്റ്റാൻഡ്. ഓക്കെ, ഞങ്ങള് പ്രാക്ടീസ് ചെയ്യുന്ന ടൈം തുടങ്ങി അന്നമ്മയെന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഞങ്ങള് ശരിക്കും ഇല്ലമ്മയെ അന്നമ്മയൊക്കെ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നപ്പോ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാൻ. വളരെ എളുപ്പമായിരുന്നു. അല്ല, നിങ്ങൾക്ക് രണ്ടാക്കും പറ്റുന്ന പിച്ച് എങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടോണ്ടിരുന്ന. അതാണ്
ഹൈപ്പോഷൻ കുഞ്ഞാറ്റയ്ക്കും പാടാൻ പറ്റില്ല. അതെ അതാ ഞാനും ആലോചിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് പാടി ഭയങ്കര രസമായിട്ട് ചെയ്തു. ഭയങ്കര രസം. സൂപ്പർ ഗൈസ്, സൂപ്പർ. പ്രവീണ, അപ്പൊ ഈ മധുരമഴയുടെ സ്റ്റോറി ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാവോ? പ്രാക്ടീസ് ചെയ്യുന്ന സമയം തുടങ്ങി ടോപ്പ് സിംഗർ കാണുമ്പോഴേ തന്നെ എനിക്ക് മിഠായി മഴ പെയ്യുന്ന കാണുമ്പോഴത്തേന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ശരിക്കും കുട്ടികൾക്ക് മാത്രമല്ലേ അതുള്ളൂ, ഞങ്ങൾക്ക് ഇവിടെ. നിങ്ങൾക്ക് വേണോ? എന്റെ പൊന്നും മധു സാറേ, പ്രാക്ടീസ് ചെയ്യണപ്പ തൊട്ട് ഈ മധുരമഴ 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 അതല്ലേ. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ ഒരു മധുരമഴ നീ പെയ്തോണ്ടിരിക്കുക. തല മാറ്റിക്കോ, തല മാറ്റിക്കോ. എന്റെ മീനാക്ഷി പേര് കളയരുത്, എണീറ്റേക്ക്. ചേച്ചിനെ കേട്ടോ. മീനൂട്ടിക്ക് പിന്നെ മടുത്ത് കിടക്കുകയാണ്. ഏതാ സ്നിക്കേഴ്സ്? എനിക്ക് ഡയറി മിൽക്ക്, സ്നീക്കേഴ്സ്, മാസ് എന്തൊക്കെയുണ്ടോ വില കൂടിയ കൊല്ലൂർക്കാരെ ഒന്നും കാണാത്ത ആക്രാന്ന് മൂത്തിട്ട് വാരി എടുക്കണമെന്ന് ഡെയിന്റെ കയ്യിലോട്ട് നോക്കിക്കേ. എന്താണ് ഇത്? ഒന്നല്ല, ഇവിടെ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുള്ളല്ലേ, എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിച്ചിട്ടാ. പെൺകുട്ടികളാരെങ്കിലും ഉണ്ടോന്നും ചോദിച്ചേക്ക് വേണമെങ്കിൽ. ഇഷ്ടമുള്ളത് എടുത്തോ. കൊള്ളത്തില്ല കേട്ടോ, ഭയങ്കര പുളിയാ അത്. ചേച്ചി എന്നാ ചേച്ചിന്റെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് സഞ്ചിയൊക്കെ ആയിട്ടാ വന്നത്. സഞ്ചി എടുത്തിട്ടാണ് വന്നേ. തിരിച്ചോടുത്തേ. എന്താ എന്താ ജെംസ് വേറെ തരാം. എന്താ വഴക്കുണ്ടാക്കണതോടെ? ഞാൻ ഇവിടുന്ന് തരാം. ഹരിച്ചേട്ടാ തൊടയെ തൊടയെ വേഗം ഗ്ലാസ് ഞാൻ എല്ലാത്തിലും ചേട്ടാ ചേച്ചിക്ക് വേണ്ട, അവിടെ ചേച്ചിമാർക്ക് കൊടുക്കാൻ. എന്നാ ചേച്ചിമാരെ എടുത്തോ, ചേച്ചിമാരെ. മീനാക്ഷി മോളെ ചക്കരെ അതായത് മീനൂട്ടി, പെറുക്കിയത് മീനാക്ഷി. പെറുക്കി ഇതെനിക്ക് അല്ല, ഇതെനിക്ക്. ഞാൻ ആദ്യം ഇല്ല, എനിക്കില്ല. തീരുമാനമില്ലേ? രണ്ട് പെറുക്കികളും കൂടെ മാറി. അടങ്ങ്. ഏത് മീനാക്ഷിയോടാ? രണ്ട് മീനാക്ഷിമാരും. അതെന്റെ ആൽപ്പല്ലീപ അവളെ എടുത്തു. ഒരു കാര്യം, ഒരു മഞ്ച് തന്നെ ഞാൻ തരാം. അത് തരത്തില്ല. മഞ്ച് ചേച്ചിക്ക് വേണമെന്നല്ലേ പറഞ്ഞു? അല്ല, എനിക്ക് 5 സ്റ്റാർ. ആ 5, പക്ഷെ മഞ്ച് എനിക്ക് വേണം. പ്രവീണ, മേലാൽ ഇനി ഇതുപോലത്തെ ആഗ്രഹങ്ങളായിട്ട് ഈ വേദിയിലേക്ക് വരരുത്. പാട്ട് പാടാം. എല്ലാവർക്കും മിഠായി തിന്നാൻ പറ്റിയില്ലേ? അതെ ചേച്ചി, നല്ലൊരു ആഗ്രഹമായിരുന്നു അത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ക്രിസ്മസ് ഈവിൽ ഇനിയും പെർഫോമൻസുകളുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ വി ആർ വെയിറ്റിംഗ്. ഓക്കെ, ബൈ. ഇനി ക്രിസ്മസ് ഒക്കെ അല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളില്ലാതെ എന്ത് ക്രിസ്മസ്. അയ്യോ, അതെ അല്ലേ. എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പാട്ടുകളാണല്ലോ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഇതൊരു മ്യൂസിക്കൽ ഇവന്റ് ആണല്ലോ, നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനിലാണല്ലോ നമ്മൾ. അപ്പൊ ഈ പാട്ടിനിടയ്ക്ക് കുറച്ച് നൃത്തം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ സന്തോഷിക്കും. അതെന്താന്നറിയാമോ, നമ്മൾക്ക് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്ന പ്രായത്തിലാണെങ്കിൽ അവിടെ ആനുവൽ ഡേക്ക് വേണ്ടി ഇവർ നോക്കിയിരിക്കത്തില്ല. അതുപോലെയാണ് നമ്മുടെ ടോപ്പ് സിംഗറിൽ എന്തെങ്കിലും അല്ലെ ഫ്ലവേഴ്സിൽ എന്തെങ്കിലും ഇവന്റ് വരാനായിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പാട്ട് മാത്രമേ ഉള്ളൂ. ഇത് വരുമ്പോഴാണ് ഇവരുടെ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ വരുന്നത്. അപ്പോ പ്രേക്ഷകർക്കായി നമ്മളൊരു കിഡിലൻ ഡാൻസ് പെർഫോമൻസിലോട്ട് കടക്കുകയാണ്. കിഡിലനാണോ നമുക്കല്ല, പക്ഷെ ഭയങ്കര ക്യൂട്ട്. നമുക്ക് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ ഏഞ്ചൽസിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം. പള്ളിമേടയിൽ മെല്ലെ മണികൾ മുഴങ്ങി, മാലോകരാനന്ദമോടുണർന്നിതാ. നക്ഷത്രം തൂക്കിയും തോരണങ്ങൾ ചാർത്തിയും പൂത്തിരികൾ കത്തിച്ചും പൂമരങ്ങൾ ഒരുക്കിയും നാഥനെ വരവേറ്റിടും. പള്ളിമേടയിൽ മെല്ലെ മണികൾ മുഴങ്ങി, മാലോകരാനന്ദമോടുണർന്നിതാ. നക്ഷത്രം തൂക്കിയും തോരണങ്ങൾ ചാർത്തിയും പൂത്തിരികൾ കത്തിച്ചും പൂമരങ്ങൾ ഒരുക്കിയും നാഥനെ വരവേറ്റിടും. അങ്ങകലെ ആകാശത്തിൽ നവതാരം മെല്ലയുദിച്ചു, താരങ്ങൾ മിന്നിത്തെളിഞ്ഞു, സ്തുതിഗീതം പാടി നിന്നു. അങ്ങകലെ ആകാശത്തിൽ നവതാരം മെല്ലയുദിച്ചു, താരങ്ങൾ മിന്നിത്തെളിഞ്ഞു, സ്തുതിഗീതം പാടി നിന്നു. മഞ്ഞു പെയ്യും താഴ്വരെ ദേവദാരു പുത്തനും മറിയത്തിൻ മകനാലല്ലോ ഈ സ്നേഹ
സ്നേഹത്തിൻ തിരിയാലല്ലോ ലാ 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 പള്ളിമേടയിൽ മെല്ലെ മണികൾ മുഴങ്ങി ആലോകരാനന്ദമോടുണർന്നിതാ നക്ഷത്രം തൂക്കിയും തോരണങ്ങൾ ചാത്തിയും ഒത്തിരികൾ കത്തിച്ചും പൂമരങ്ങൾ ഒരുക്കിയും നാഥനെ വരവേറ്റിടും ഇങ്ങു താഴെ ആട്ടിടയ അശരീരി നാദം ശ്രമിച്ചു ആമോദരായി നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു ഇങ്ങു താഴെ ആട്ടിടയ അശരീരി നാദം ശ്രമിച്ചു ആമോദരായി നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു മഞ്ഞുകയും താഴ്വരെ ദേവദാരു പൂത്തതും മറിയത്തിൻ മകനാലല്ലോ ഈ സ്നേഹത്തിൻ തിരിയാലല്ലോ എനിക്ക് ആ പാട്ട് ഒന്നുകൂടി ഇട്ട് തരുമോ? നിങ്ങൾ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് ചെയ്തില്ലേ ദേ ഇത് ഇങ്ങനെ ഒരു സാധനം ചെയ്തില്ലേ? ആ പാട്ട് ഒന്നുകൂടി ഇട്ട് തരുമോ? ആ സ്റ്റെപ്പ് മാത്രം ഒന്ന് കളിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. ഇങ്ങു താഴെ ആട്ടിടയ ആമോദരായി നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ചു ഓടിക്കോ അശരീരി നാദം ശ്രമിച്ചു ആമോദരായി ദൈവത്തെ പാടി സ്തുതിച്ചു മഞ്ഞുകയും താഴ്വരെ ദേവദാരു പൂത്തതും മറിയത്തിൻ മകനാണ് അടിപൊളി പൊളിയായിട്ടുണ്ട്. അതെ ഇപ്പോഴാണ് ശരിക്കും ക്രിസ്മസ്. ഇത് വീണ്ടും പോയോ? ഒരു കൊച്ചിന്റെ ഡേഞ്ചർ ഓടിച്ചു. ഔസേപ്പച്ചൻ സാറില്ലേ അമ്മയുടെ ജഡ്ജ് വരുന്നില്ലേ പണ്ടത്തെ അമ്മയുടെ ആർബി എന്നായിരുന്നു സ്റ്റാർ സിംഗർ പണ്ട് സ്റ്റാർ സിംഗറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു ആരഭി എന്ന് പറഞ്ഞിട്ട്. മോനാണ് ഔസേപ്പച്ചൻ സാറ് ജീസസ് ക്രൈസ്റ്റിനെ പോലെ ഇരിക്കും. ആ സ്ക്രീനിൽ ആരാ നോക്കിയേ? അതാരാ സാറല്ലേ വയലിൻ വായിക്കോളൂ. അത് ഔസേപ്പച്ചൻ ചക്കൻ സാർ. കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല സാർ. ഇല്ല ഇവിടുന്ന് നോക്കുമ്പോ ഒരു യേശുക്രിസ്തുവിന്റെ കട്ടൊക്കെ ഉണ്ട് സാർ. എന്തായാലും 4 പേരുടെയും ഡാൻസ് നല്ല അടിപൊളിയായിരുന്നു. അതെ നവനീത്, ഇപ്പോ നിന്റെ അമ്മ പാട്ട് പാടുന്നുണ്ടാ? ഏത് പാട്ട്? ഏതെങ്കിലും പാട്ട് പാടുന്നുണ്ടോ? പാടാറുണ്ടോ? ഉണ്ടല്ലോ. നീ എങ്ങനെയാ ഭൂമിയിലേക്ക് വന്നേ? നിന്റെ ഒരു വൈറൽ വീഡിയോ ഞാൻ കണ്ടു. ഞാനും കണ്ടു സാർ. എങ്ങനെയാ വന്നത് പറയൂ. പണ്ട് എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു എനിക്കൊരു കുട്ടി വേണമെന്ന്. അപ്പൊ അമ്മ പറയുന്നു നമുക്ക് സോത്താനിക്കര അമ്പലത്തിൽ ചെന്ന് തൊഴാന്ന്. അങ്ങനെ അവര് സ്കൂട്ടറിൽ ട്രിന്ന് പറഞ്ഞു ചെന്ന് അവിടെ ചെന്ന് അമ്പലത്തിൽ പ്രാർത്ഥിച്ച് എനിക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന്. അപ്പൊ ഒരു കുഞ്ഞ് എന്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് അങ്കിളേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോ അമ്മ കിടന്ന് ലോകത്തെങ്ങാടും കരയാത്ത കരച്ചിൽ അവിടെ കിടന്ന് കരഞ്ഞ്. എന്നിട്ട് നാട്ടുകാരെല്ലാരും വിചാരിച്ചു ഇത് വല്ല കോഴി കരയുന്ന പോലെ ആരാ കരയുന്നൊക്കെ വിചാരിച്ചു. ആ സമയം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ അമ്മയുടെ വയറ് വീർത്ത്. അപ്പൊ ഒരു ദിവസം രാത്രി അമ്മ കിടക്കുമ്പോ അമ്മയുടെ വയറില് വേദന വന്നിട്ട് അപ്പ
അച്ഛൻ ഹോസ്പിറ്റലിൽ സ്കൂട്ടറിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് അമ്മയുടെ വയർ ഓപ്പറേഷൻ ചെയ്തിട്ട് എന്നെ വലിച്ചു പുറത്തിറക്കി. ഓക്കെ, എന്തായാലേ അമ്മയോട് അന്വേഷണം പറയട്ടാ. നേരത്തെ നവനീത് പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ഉണ്ടായെന്ന്, അതുപോലെ ഇന്നാള് ഞാൻ പറഞ്ഞില്ലായിരുന്നു അനിയൻ ഇങ്ങനെ ഉണ്ടായെന്ന്. വീട് പൊട്ടി വീണ കഥ. വീട് പൊട്ടി വീണിട്ട് ഓർക്കുന്നില്ലേ? ഞാൻ ഔസേപ്പച്ചനും രഞ്ജനി ചേച്ചിക്കും പറഞ്ഞോ. എന്നെ അനിയൻ എങ്ങനെ വന്നേന്ന് വെച്ചാ അവിടുന്ന് സ്വർഗത്തിൽ ഇരിക്കുക, അവിടെ ക്യൂയിലിരിക്കുക. ജീവ അവിടുന്നേ കുരുത്തക്കേടായിരുന്നു. ആ ക്യൂയിലൂന്ന് ഇടയ്ക്ക് കേറി അവിടുന്ന് എടുത്ത് ചാടി ഈ വീടൊക്കെ പൊളിഞ്ഞ് 2ാം നില പൊളിഞ്ഞ് അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. അങ്ങോട്ട് ഞങ്ങൾ ചാടുന്ന ആ സാധനം താഴെ വെച്ചു. അപ്പൊ അവന് അങ്ങോട്ട് വീണു. അങ്ങനെ നല്ല പരിചയമുണ്ടല്ലോ, മോളെ നല്ല പരിചയമുണ്ടല്ലോ. എവിടെയൊക്കെ കണ്ടല്ലോ? എവിടേക്കെ കണ്ട്? ഞാൻ കൊറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. അതെയാ? എന്തിനു പോയി? കൊറേ ആഡ് ഷൂട്ടിനും പിന്നെ മോഡലിംഗ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാ? ആരുടെ കൂടെ? സൂര്യയുടെ കൂടെ, സൂര്യ സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ജയറാമേട്ടന്റെ കൂടെ. ഞങ്ങളൊക്കെ ആന്റി അങ്കിൾ. അപ്പൊ താങ്ക് യു ഞങ്ങൾക്ക് ഇത്രയും നല്ല ക്രിസ്മസ് ഗിഫ്റ്റ് തന്നതിന്. നമ്മൾ ഇത്ര നേരം ടോപ്പ് സിംഗറിലെ കണ്ടസ്റ്റൻസ്, നമ്മുടെ മ്യൂസിക്കൽ വൈഫിലെ കണ്ടസ്റ്റൻസ് ഒക്കെ പാട്ട് കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. നമ്മള് ഏറെ നേരമായിട്ട് നമ്മുടെ ജഡ്ജസ് അവിടെ നിന്ന് അതെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ജഡ്ജസ് അല്ല, ഇന്ന് നമ്മുടെ കൂട്ടുകാരിൽ ഒരാളെ പാടാൻ വിളിക്കാൻ വേണ്ടിട്ട് പോവാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആരാധകന്മാരൊക്കെ കാത്തിരുന്നത് മധുചേട്ടാ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കുട്ടിയാണോ? കുട്ടി ഇത്രയും മനോഹരമായിട്ട് ഡാൻസ് ചെയ്യുന്ന അതെ മധുചേട്ടൻ പാട്ടും പാടും. അതായത് നൃത്തവും മിമിക്രിയും ചെയ്യുന്ന മധുചേട്ടൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കും. മധുചേട്ടൻ വരട്ടെ, പാടട്ടെ, തകർക്കട്ടെ. താങ്ക് യു. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേദലേം തന്നിൽ വന്നു.
തേജസ്സു മുന്നിൽ കണ്ടു അവർ ബേദലും തന്നിൽ വന്നു രാജാധിരാജന്റെ പൊൻതിരുമേനി രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ മന്നവർ മൂവരും ദാവീദിൻ സുതനേ മന്നവർ മൂവരും ദാവീദിൻ സുതനേ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അത് പാടുന്ന കാണുമ്പോഴേ പെട്ടെന്ന് ഒരു ചെറിയൊരു എനിക്ക് മനസ്സിൽ തോന്നിയത് നമ്മൾ പറയാറുണ്ടല്ലോ ഒരു മുടിയോണ്ട് മലയെ കെട്ടി വലിക്കുക എന്ന് പറയും. അങ്ങനെ ഒരു ഭയങ്കര പാട്ടെടുത്തിട്ട് അത് നിസ്സാരമായിട്ട് പോലെ അതായത് ഞങ്ങളുടെ ഒരു ഇതിലിപ്പോ എവിടെയെങ്കിലും കൂടുമ്പോ മധുചേട്ടനെ പറ്റി പറയണ അങ്ങനെയാ ആ മധുചേട്ടനാ ആ പുല്ല് പോലെ ഒന്ന് പാടിയിട്ട് പുല്ലാണ് ഞാൻ മുടി എന്ന് പറഞ്ഞു എന്നുള്ളത് നമ്മൾ അങ്ങനെ പറയാറില്ലേ മുടിയോണ്ട് മല കെട്ടി പറിക്കുന്ന ലാഘവത്തോടെ അത് വേണ്ടല്ലേ ഇല്ല അത് നീ 4-5 പ്രാവശ്യം ഈ കഴിഞ്ഞ ചേച്ചിനെ വിളിക്കും ഞാൻ ബിന്നി ചേച്ചിനെ വിളി പൂ പറിക്കാൻ പോണോരേ എന്നൊക്കെ പറഞ്ഞിട്ട് പാടും. ഞാൻ വല്ലാതെ എന്റെ ചൈൽഡ്ഹുഡിലോട്ടൊക്കെ പോയി ഈ പാട്ടായിട്ട് അപ്പൊ ഞാൻ ബക്കറ്റ് എടുത്തിട്ടാണ് അല്ല നമ്മൾ അല്ല ബക്കറ്റ് പിടിച്ച് പിരിവ് കരവള്ള് തെറ്റിദ്ധരിച്ചു. മധുവിന്റെ കാര്യം നമുക്കറിയാം. നമ്മളെന്താ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഷോയില് ദാസേട്ടൻ എഴുന്നേറ്റ് നിന്നിട്ട് കൈയടിക്കുന്ന പോലത്തെ പെർഫോമൻസ് അകലെ പാടി. പിന്നെ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞൊരു സംഭവം രഞ്ജിനി ഒരു കുഞ്ഞി ഉടുപ്പിട്ടിട്ട് മറ്റേ ഇതിട്ടിട്ട് മെടഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു അതേ സ്റ്റേജിലും മധുചേട്ടൻ ദാസറിന്റെ ഒരു പാട്ട് പാടിയിട്ട് അസാധ്യമായിട്ട് പാടി കളഞ്ഞിട്ട് ദാസറിന് എന്ത് പറയണമെന്ന് അറിയില്ല. ദാസർ പാടിയ 2 മടങ്ങി അപ്പുറത്ത് പാടി ഹരിമുരളീരവോ എന്താ ഏതൊരു പാട്ടായിരുന്നു അല്ലെ ആ പാട്ടല്ലേ പാടി മാനേ പാടി എല്ലാം ചെറിയ ചെറിയ പാട്ടുകളെ പാടാൻ പറഞ്ഞത് അത് രണ്ടുമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ഡാൻസും മിമിക്രിയും മാത്രല്ല കുറച്ച് പാട്ടൊക്കെ പാടും. നല്ലോണം അളിപ്പം പറയും ഇപ്പൊ കേട്ടില്ലേ എന്തൊക്കെ കഴിവുകളാ ഭയങ്കര മൾട്ടി ടാലന്റഡ്. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ആരാധികമാർക്കൊക്കെ മധുചേട്ടന്റെ പാട്ട് കേട്ട് സന്തോഷമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. താങ്ക് യു സോ ഓക്കെ അപ്പൊ മധുചേട്ടാ സന്തോഷമായല്ലോ. ഹാപ്പി ക്രിസ്മസ്. നമ്മളെന്തെങ്കിലും കാണുമല്ലോ. മെറി ക്രിസ്മസ്. താങ്ക് യു സോ മച്ച്.